പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി ട്രംപിനെ പരിഹസിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കരസേനാ മേധാവി അടക്കം 12 പേരെയാണ് അമേരിക്കൻ പ്രതിരോധ മന്ത്രി സ്ഥാനങ്ങളിൽ നിന്ന് നീക്കിയിരിക്കുന്നത്. ഇറാനിൽ ഗ്രൗണ്ട് അറ്റാക്ക് നടത്തുന്നതിൽ വിസമ്മതിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ അത്തരം ഒരു നീക്കത്തെ എതിർത്തതിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, ഈ യുദ്ധവിമാനങ്ങളൊക്കെ തകർക്കപ്പെട്ട സ്ഥിതിക്ക് ഈ അമേരിക്കയുടെ വ്യോമസേനയുടെ മേധാവി കൂടെ രാജിവെക്കണമെന്നാണ്. കാരണം അത്രയും വലിയ ദുരന്തമാണ് ഇപ്പോൾ ഇറാനിൽ അമേരിക്കക്ക് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വ്യോമസേനാ മേധാവിയും രാജിവെക്കേണ്ട സമയം ആയിരിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ നാം ചിന്തിക്കേണ്ടത്, IRGCയിൽ ഇങ്ങനെയുള്ള ഒരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം അവരുടെ സൈനികർക്ക് പൂർണ്ണമായും ആത്മവിശ്വാസമുണ്ട്. അവരുടെ രാഷ്ട്രത്തിന്റെ പ്രതിരോധത്തിലും അവരുടെ രാഷ്ട്രത്തിന്റെ ആക്രമണ ശേഷിയിലും ശക്തമായ രൂപത്തിലുള്ള ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സൈനിക തലവനും ഈ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു നിലപാട് സ്വീകരിക്കുകയോ ചെയ്തതായി ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല. പലരെയും അമേരിക്കയും ഇസ്രയേലും വകവരുത്തി എന്നത് ശരി തന്നെയാണ്. പക്ഷെ ആ സ്ഥാനത്തേക്ക് അവർ പുതിയ, ഒരുപക്ഷെ അതിലേറെ കഴിവുള്ള ആളുകളെ എത്തിച്ചിട്ടുണ്ട് എന്നത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. അതേസമയത്ത് അമേരിക്കയിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഇറാനിൽ നടന്നേക്കാവുന്ന ഒരു ഗ്രൗണ്ട് അറ്റാക്ക്, അവിടെയുള്ള ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തെ കുറിച്ച് ട്രംപിന് മുന്നറിയിപ്പ് നൽകുകയും അത് അരുത്, വേണ്ടാത്ത കാര്യമാണ്, സൈനികർക്ക് അബദ്ധം സംഭവിക്കും, സൈനികരിൽ വലിയ രൂപത്തിലുള്ള നഷ്ടം സംഭവിക്കും എന്ന് ഓർമ്മപ്പെടുത്തിയതിന്റെ പേരിലായിരിക്കണം ഒരുപക്ഷെ ഇങ്ങനെയുള്ള നടപടികൾ അമേരിക്ക സ്വീകരിച്ചിട്ടുണ്ടാവുക. അതല്ല എങ്കിൽ ഇതുവരെ നടന്ന സൈനിക നീക്കത്തിൽ അവർക്കുണ്ടായ പാകപ്പിഴവുകൾ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്കൻ നേതൃത്വത്തെ എത്തിച്ചിട്ടുണ്ടാവും. എന്തായിരുന്നാലും ഇതുകൂടെ ചെയ്യേണ്ട, അതായത് വ്യോമസേന മേധാവിയെ കൂടെ നിങ്ങൾ പുറത്താക്കേണ്ട സമയം ആയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി പറയുന്നത്.